ബി.ജെ.പി. നേതാക്കൾക്കെതിരായ തിരുവിതാംകൂർ സഹകരണ സംഘം ക്രമക്കേട് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 56 പേരുടെ പരാതികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഹരിമോഹൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഈ മുഴുവൻ കേസുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണോ? അതായത് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഏകദേശം ഒരു 3 കോടിയോളം രൂപയുടെ ക്രമക്കേട് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിക്ഷേപം ലഭിക്കാൻ ഏകദേശം ഒരു 300ഓളം പേർ ബാക്കിയുണ്ട്. അതിൽ 56 പേരുടെ പരാതികളിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം 52 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി വരുന്നതിനെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി.